നമസ്കാരം. ഇന്ത്യയിലെ പ്രധാന നദികളെപ്പറ്റിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. മഹാനദി ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി, ലൂണി എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന ഉപദ്വീപീയ നദികൾ. ഹിമാലയൻ നദികളേക്കാൾ മുൻപ് രൂപം കൊണ്ട ഈ നദികളിൽ മഴക്കാലത്താണ് സമൃദ്ധമായ ജലസമ്പത്ത് ഉണ്ടാകുക. നർമ്മദ, താപ്തി, ലൂണി എന്നിവയൊഴികെ ബാക്കി എല്ലാ പ്രധാന ഉപദ്വീപീയ നദികളും കിഴക്ക് ബംഗാൾ ഉൾക്കടലിലാണ് അവസാനിക്കുന്നത്. നർമ്മദയും താപ്തിയും പടിഞ്ഞാറ് അറബിക്കടലിൽ പതിക്കുന്നു. ഹിമാലയൻ നിരപ്പിൽ നിന്ന് പെനിൻസുലാർ പീഠഭൂമിയുടെ വടക്കുഭാഗം താണപ്പോൾ ഉണ്ടായ ചരിവാണ് നർമ്മദ, താപ്തി നദികൾ പടിഞ്ഞാറേക്കൊഴുകാൻ കാരണം. പെനിൻസുലാർ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് നിന്ന് തെക്കു പടിഞ്ഞാറോട്ടുള്ള ചരിവാണ് മറ്റുള്ളവയെ കിഴക്കോട്ട് ഒഴുക്കുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്നാണ് നർമ്മദ അറബിക്കടലിലേക്ക് ചേരുന്നത്. നർമ്മദ, താപ്തി നദികൾ കൂടുതലും പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നതിനാൽ ഇവയ്ക്ക് കാര്യമായ നദീമുഖ നിക്ഷേപങ്ങൾ ഇല്ല. മഹാനദി ഇന്ത്യയിലെ ഒരു പ്രധാന നദിയാണ്. ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മഹാനദി. ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലൂടെ 858 കിലോമീറ്റർ ദൂരം ഒഴുകുന്ന ഈ നദി അവസാനം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. പണ്ട് വെള്ളപ്പൊക്കങ്ങൾ മൂലം കുപ്രസിദ്ധി നേടിയ നദിയാണ് മഹാനദി. പിന്നീട് ഈ നദിയിൽ ഹിരാക്കുഡ് ഡാം നിർമ്മിച്ചതോടെ വെള്ളപ്പൊക്കം പൂർണ്ണമായി മാറി. മണ്ണുകൊണ്ട് നിർമ്മിച്ചിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഹിരാക്കുഡ് അണക്കെട്ട്. സിയോനാഥ്, അസ്ദോ, ഇബ് എന്നിവയൊക്കെ മഹാനദിയുടെ പ്രധാന പോഷക നദികളാണ്. ഒഡീഷയിലെ കട്ടക്ക് നഗരം ഈ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. കട്ടക്കിൽ എത്തുമ്പോൾ മഹാനദി കത്ജോഡി എന്ന മറ്റൊരു കൈവഴിയായി തിരിയും. വീണ്ടും പലതായി പിരിഞ്ഞ് അവസാനം ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയാണ് മഹാനദി. അടുത്ത പ്രധാന നദിയാണ് ഗോദാവരി.